അമേരിക്കൻ ടാരിഫ് അത് ഏകദേശം 50% മുകളിൽ ഇന്ത്യക്ക് മുകളിലുണ്ട്. അപ്പം അന്ന് ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, അമേരിക്ക മറ്റുള്ള പല രാജ്യങ്ങളെയും കൊണ്ടും ഇന്ത്യക്കെതിരെ പ്രഷർ ടാക്ടിക്സ് കളിക്കും. ഇപ്പൊ പുതിയ വാർത്ത വരുന്നു, മെക്സിക്കോ ഇന്ത്യക്കെതിരെ 50% ടാരിഫ്. ഇന്ത്യക്കെതിരെ മാത്രമല്ല, മറ്റു പല ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെയുണ്ട്, ചൈനയ്ക്കെതിരെയുണ്ട്, കൊറിയക്കെതിരെയുണ്ട്, മലേഷ്യക്കെതിരെയുണ്ട്, വിയറ്റ്നാമിനെതിരെയുണ്ട്, ഈ രാജ്യങ്ങൾക്കെതിരെയുണ്ട്. പക്ഷെ ഇതുണ്ടാക്കുന്നത് നമ്മൾ ഇതിന്റെ കണക്കുകളെല്ലാം കൂട്ടി നോക്കണം. ഈ രാജ്യങ്ങൾക്കെതിരെയുണ്ട്, ഏഷ്യൻ ചില രാജ്യങ്ങൾക്കെതിരെയുണ്ട്. കണക്ക് നമ്മൾ നോക്കുമ്പോഴും ഇത് ഡയറക്റ്റ് ഇന്ത്യ അടിക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക ചൈനയെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെക്സിക്കോയിൽ മെക്സിക്കോയുമായിട്ട് മെക്സിക്കോ ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം 11-12 ബില്യൺ ഡോളറാണ്. ഇന്ത്യ മെക്സിക്കോ അതിൻ്റെ അകത്ത് 2 ബില്യന് താഴെയുള്ളൂ മെക്സിക്കോ ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നത്, ഇന്ത്യയിലോട്ട് കയറ്റുമതി ചെയ്യുന്നത്. ബാക്കി മുഴുവനും ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുവാണ് മെക്സിക്കോയിൽ. ഈ എക്സ്പോർട്ട് കഴിഞ്ഞ സമയത്ത് അത് കൂടിയതിൻ്റെ കാരണം അമേരിക്കൻ ടാരിഫ് ഇന്ത്യക്കെതിരെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ എൻറൂട്ട് ചെയ്തു. അതായത് മെക്സിക്കോ ആണ് അമേരിക്കൻ രാജ്യങ്ങളുടെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എൻറൂട്ട് ചെയ്യും. കാരണം മെക്സിക്കോ അമേരിക്ക സമയം സീറോ ടാരിഫ്. അപ്പോൾ ഇതവിടെ പോയിട്ട് അത് റീപാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നേരെ അങ്ങ് അമേരിക്കയിലോട്ടൊക്കെ പോകും. അതിന് അമേരിക്കയിൽ ആ നിയമമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന എൻറൂട്ട് എന്ന് പറഞ്ഞ് ഇന്ത്യ ദുബായ് വഴി പോകും. ഇന്ത്യയുടെ സാധനം ഈ ദുബായ് വഴി പോകും, ചിലത് വിയറ്റ്നാം വഴി പോകും. കാരണം അവരുടെ സീറോ ടാരിഫ്, അത് അമേരിക്കൻ നിയമം ഉള്ളത് കൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ മെക്സിക്കോ ഈ 50% ഇന്ത്യയുടെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തിയപ്പോഴാണ് നമ്മുടെ ഈ എൻറൂട്ട് എന്ന് പറയുന്ന സംഭവം സക്സസ്ഫുൾ അല്ലാതായി. പിന്നെ എങ്ങനെ ഇത് പോകുന്നു? ഞാൻ നേരെ ഇത് എങ്ങനെ പോകുന്നത് പറഞ്ഞുതരാം. ഇപ്പം മെക്സിക്കോയിലെ ഷിപ്മെന്റ് പോകുന്നു, അവിടുന്ന് ബൈ റോഡ് ഇത് അമേരിക്ക പോകും, ഇഷ്ടം പോലെ പോകാറുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും മോദി ഗവൺമെന്റും മനസ്സിലാക്കുന്ന അമേരിക്കൻ ടാരിഫ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള പ്രഷറാണ് അമേരിക്ക ഗെയിം കളിക്കുന്നത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ചൈന ചെയ്ത പരിപാടി എന്താണെന്ന് നിങ്ങൾക്കറിയോ? ചൈന ഏകദേശം 1300ഓളം അവരുടെ കമ്പനികൾ മെക്സിക്കോയിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അവരിതൊക്കെ വളരെ മുൻപിൽ ഇത് കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടാണ്. അവരെന്ത് ചെയ്ത് അവിടെ ചെയ്തിട്ട് അതിൻ്റെ ചെറുതായിട്ടുണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം മെക്സിക്കൻ ഫാക്ടറികളിൽ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അത് അമേരിക്കയിലോട്ടങ്ങ് അയക്കും. അപ്പോൾ ഈ ടാരിഫ് എന്ന് പറയുന്നത് ഈ ചൈനയെ വലുതായിട്ട് ബാധിക്കത്തില്ല. അപ്പോൾ അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം 750 ബില്യനാണ്. ഹ്യൂജാണ്. ഇപ്പം എങ്ങനെയാണ് ഇത് ബേസിക് മനസ്സിലാക്കേണ്ട ഒരു സംഭവം? ചില ആളുകളൊക്കെ അമേരിക്കയെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ത്യക്കിട്ട് വട്ട് കളിക്ക് ഇന്ത്യ വലിയ സംഭവമാണെന്ന് വിചാരിച്ചു. ഈ മെക്സിക്കൻ ടാരിഫ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പെടലിക്കിട്ട് ചവിട്ടുക. നിങ്ങളിപ്പോൾ പലയിടത്ത് റിപ്പോർട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്കൻ ടാരിഫ് കൊണ്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ളത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. കാരണം ടെക്സ്റ്റൈൽ ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും മറ്റുള്ള സംഭവം മോദിയുടെ ഗുജറാത്തിൽ ഗതി അധോഗതിയാണ്. സൂററ്റ് ആണെങ്കിലും മറ്റു പല ഭാഗത്തും പല കമ്പനികളും അടച്ചുപോയി. ഇതൊക്കെ ഞാൻ വളരെ പ്രഡിക്റ്റ് ചെയ്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറഞ്ഞു ഇതൊക്കെ ഉണ്ടാകും. ജോലിയില്ലാതായി. കഴിഞ്ഞിടയ്ക്ക് രാജസ്ഥാനിൽ വളരെ 10-15 വർഷത്തിന് ശേഷം അവിടെ വലിയ എംപ്ലോയ്മെൻറ്റ് വലിയ ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് അവിടുത്തെ അറ്റൻഡേഴ്സ്, അതായത് പിയൂൺ പോസ്റ്റിന് ഏകദേശം 50,000 വേക്കൻസി ഉണ്ട്. ഇത് ആപ്ലിക്കേഷൻ വിളിച്ചു പിയൂൺ. കാരണം അവിടെ ജോലി എങ്ങനെയെങ്കിലും കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്ത പരിപാടിയാണ്. നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷൻ വന്നത് 28 ലക്ഷം ആപ്ലിക്കേഷനാണ് വന്നത്. 28 ലക്ഷം ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇതാ ആകെ 10+2 ആണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത.
അപ്പൊ അതിൻ്റെ അകത്ത് PhD റിസർച്ചും പോസ്റ്റ് ഗ്രാജുവേഷൻ ആൾക്കാരങ്ങ് തള്ളുക. ഇതാണ് ഇന്ത്യയുടെ ജോലിയുടെ സ്ഥിതി. വലിയ കഷ്ടമാണ് ഇന്ത്യയിൽ. അതിനിടയ്ക്കാണ് ഈ ടാരിഫ് വന്ന ആളുകളുടെ ജോലി പോകുന്നത്. ഈ മെക്സിക്കൻ ടാരിഫ് കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അമേരിക്കയിലോട്ട് അയക്കുന്ന എൻറൂട്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പോർട്ടുകൾ ഇല്ലാതാവും. പിന്നെ ഉള്ളത് ദുബായ് മാത്രമേ ഉള്ളൂ, മിഡിൽ ഈസ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ മിഡിൽ ഈസ്റ്റും ചില റെസ്ട്രിക്ഷൻസ് പിന്നീട് കൊണ്ടുവരും. ഒന്നില്ലെങ്കിൽ ഈ ഫാക്ടറികളോട് പറയും പാർഷ്യലി അങ്ങ് ഷിഫ്റ്റ് ചെയ്യാൻ പറയും. പാർഷ്യൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി, മിഡിൽ ഈസ്റ്റ് ഭയങ്കരമായിട്ട് ഫാക്ടറികൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യും ഇൻവെസ്റ്റ്മെന്റിന്. ഇത് ഗ്രാജുവലി ഇത് മുഴുവൻ അങ്ങോട്ടങ്ങ് പോകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ കമ്പനികൾ ഒഴുകുകയാണ്, ഇന്ത്യയിൽ അങ്ങോട്ട് പോവുകയാണ്. കാരണം ഇന്ത്യ നിന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഈ പഴയ രീതിയിലോട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്തുക. അതുമല്ല, ഞാൻ അറിയാൻ സാധിച്ചത് വളരെ കൃത്യമായിട്ട്, അത് കഴിഞ്ഞ് രഘുറാം രാജനാണെങ്കിൽ ബ്രഹ്മചല്ലയ്യ, ഇവരൊക്കെ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റും, ബ്രഹ്മചല്യ സ്ട്രാറ്റജിക് ഒബ്സർവർ എക്കണോമിസ്റ്റൊക്കെയാണ്. കേന്ദ്ര മോദി ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നുണ്ട്, ഹാർഡ് ബോൾ അമേരിക്ക പറഞ്ഞതിൻ്റെ അത് അവർ നിർത്തിയേക്കുവാണ് ഇന്ത്യ. അമേരിക്കൻ ഉദ്യോഗസ്ഥനും വന്ന് പറഞ്ഞ് ഇന്ത്യയോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പാടാണ്, വലിയ ടഫാണ്. ഇതൊക്കെ ഒരു കവറപ്പാണ്. കാരണം അവസാനം ഇന്ത്യ മുഴുവനെ സമ്മതിച്ചു കൊടുക്കുകയാണ്. പിന്നെന്തിനാ ഇതിനൊക്കെ പോയത്? ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഇമ്പാക്റ്റാണ് മുഴുവൻ ഉണ്ടായത്. അതായത് മോദി ട്രംപ് ബന്ധം ഒലഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന സംഭവമാണ്. അതായത് ഇന്ത്യയെ അത് പൂർണ്ണമായിട്ടും ബാധിക്കുകയാണ്. അതായത് മെക്സിക്കോ വഴിയുള്ള നമ്മുടെ റൂട്ടങ്ങ് അവസാനിക്കും. എന്താണ് അമേരിക്കൻ ടാരിഫ് വന്നപ്പോൾ ഇന്ത്യൻ ട്രേഡ് മിനിസ്റ്റേഴ്സ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യൽസും വളരെ ഇതായിട്ട് പറഞ്ഞത് എന്താ? BJP ലീഡേഴ്സ് പറഞ്ഞത്, മറ്റുള്ള രാജ്യങ്ങളിൽ സൗത്ത് അമേരിക്ക, അതായത് മെക്സിക്കോ അതേപോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ അഗ്രസീവായിട്ട് പോകും. ഞാൻ അന്നും പറഞ്ഞത് ആ മാർക്കറ്റൊക്കെ നേരത്തെ ക്യാപ്ചേർഡാണ്. ആ മാർക്കറ്റൊക്കെ ചൈനയുടെ മറ്റുള്ള രാജ്യങ്ങളിൽ ക്യാപ്ചേർഡാണ്. അവിടെ എൻറൂട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനും പരിമിതികളുണ്ട്. വേറെ നിയമം കൊണ്ടുവരും അവർ. അത് അമേരിക്കയ്ക്ക് ആ നിയമം മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ മെക്സിക്കോയെ കൊണ്ടാണ് തീരുമാനം എടുപ്പിച്ചത്. കാരണം എന്താ? മെക്സിക്കൻ സ്റ്റീലിനെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്ന ടാരിഫ് മാറ്റാൻ വേണ്ടി മെക്സിക്കോയോട് പറഞ്ഞു, ഓക്കെ അന്ന് ഇന്ത്യയെ തള്ളിക്കളാൻ, ഈ രാജ്യങ്ങളെ തള്ളിക്കളാൻ, നിങ്ങളുടെ സ്റ്റീലിന്റെ ടാരിഫ് ഞങ്ങൾ കുറച്ച് തരാം. ഓൾറെഡി ഇന്ത്യയുടെ മേലെ സ്റ്റീലിന്റെ ടാരിഫുണ്ട്. അതായത് ഒരു കാര്യം ഞാൻ പറയാം കൃത്യമായിട്ട്, അവരൊരു വലിയ മുതലാളിയാണ്. അവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമാണ് അവിടെ ജോലി ചെയ്ത സാധനങ്ങളൊക്കെ വിറ്റ് ഒരു വെൻഡർ എന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്ന ഒരു ചെറിയ ആള്. കാരണം അമേരിക്കൻ എക്കോണമി ഹ്യൂജാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണത്. അവരുമായിട്ട് കളിക്കാൻ പോകാൻ പറ്റത്തില്ല. അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം തരണം ചെയ്യുന്ന രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ്. ഇഷ്ടമുള്ളത് മേടിക്കും. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ സെക്ടറിനെ എഫക്റ്റ് ചെയ്യും, അതായത് സ്പെയർ പാർട്സ്. രണ്ടാമത് സെക്ടറിനെ എഫക്റ്റ് ചെയ്യും, അതായത് ഫാർമ സെക്ടറിനെ എഫക്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഫാർമ മെക്സിക്കോയിലോട്ടും അവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യയിലാണ്. അതേപോലെ അമേരിക്കയിൽ നിന്ന് എൻറൂട്ട് ചെയ്തിരുന്നു. അതായത് വീണ്ടും അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ട്രംപ് പരസ്യമായിട്ട് അമേരിക്കൻ അയാളുടെ ക്യാബിനറ്റ് മീറ്റിങ്ങിനകത്ത് ഒരു റിപ്പബ്ലിക്കൻ ഒരാളെ, ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പറയിപ്പിച്ചു, ഇന്ത്യൻ അരി ഇവിടെ ഡംപ് ചെയ്യുവാണ്. എന്ത് നാണക്കേടാ സംഭവം എന്നറിയൂ. പെട്ടെന്ന് തന്നെ ലൈവായിട്ട് പറയുന്നു, ട്രേഡ് സെക്രട്ടറിയോട് പറയുന്നു, എന്താണ് ഈ സംഭവം, സ്റ്റോപ്പ് ചെയ്ത് അഡീഷണൽ ടാരിഫ് തരൂ. ഒരു ഭാഗത്തെ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. അതായത് എല്ലാ രീതിയിലും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ ബുൾഡോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് വീണ്ടും ഞാൻ പറയുന്നത്, ഇന്ത്യ അമേരിക്ക ബന്ധം പഴയ രീതിയിലാവുകയില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഓരോന്നും. ഇതെങ്ങനെ കൊണ്ടുപോയി ആക്കിയെടുക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാൻ വീണ്ടും ആ പഴയ കാര്യം ആവർത്തിക്കുന്നു. ഈ പറയുന്ന പോലെ അമേരിക്കയെ വെറുപ്പിച്ച് പോകാൻ പറ്റത്തില്ല. മോദിയല്ല വലിയ പൂപ്പനാണെങ്കിൽ നടക്കത്തില്ല സംഭവം. ഇന്ത്യ കാര്യമായിട്ട് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കറൻസിയുടെ വില താഴെ പോകുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നത്. ഈ മെക്സിക്കൻ സംഭവം വന്നു കഴിയുമ്പോൾ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും. ഇതെല്ലാത്തിനെയും മൾട്ടിപ്പിളായിട്ടാണ് സംഭവം പോകുന്നത്. അതായത് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് കൂടുന്നു, ഇന്ത്യൻ കറൻസിയോട് താല്പര്യമില്ലാതാകുന്നു.
അതിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ 2025 നമുക്ക് കിട്ടിയ മോദിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അമേരിക്കയായിട്ട് അടിക്കാൻ പോയി. തിരിച്ചടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എക്കോണമി, അതായത് ടാരിഫ് ഇത്രമാത്രം വെപ്പണൈസ് ചെയ്ത് ഇന്ത്യ അടിക്കുമെന്ന് ഒരു ഇന്ത്യൻ ഭരണകർത്താക്കളും ഒരു ഇന്ത്യക്കാരനും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ 4 ഇരട്ടിയാണ് നമുക്ക് അടി കിട്ടുന്നത്. ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറഞ്ഞു നമുക്ക് ഇത് നടക്കില്ല. ഇനി അടുത്ത പല രാജ്യങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവർ പറഞ്ഞാൽ ചെയ്യാൻ രാജ്യങ്ങൾ തയ്യാറാണ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എവിടെ നമ്മൾ ട്രേഡ് സെറ്റിൽ ചെയ്യുന്നു അമേരിക്ക പറയുന്നിടത്ത് നമ്മൾ കൊണ്ട് സൈൻ ചെയ്യണം, ഇല്ലെങ്കിൽ അതുപോലും നടക്കത്തില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് ഇന്ത്യ അമേരിക്ക ബന്ധം പഴയ രീതിയിലാകാനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്ത്യയെ ഇത് ഡീപ്പായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.